എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഘാന കൊളംബിയ മത്സരത്തോടുകൂടി റൗണ്ട് ഓഫ് 32 മത്സരങ്ങളെല്ലാം അവസാനിച്ചു. അർജന്റീന വേഴ്സസ് കേപ്പ് വെർഡെ. ലോക ചാമ്പ്യന്മാരായ അർജന്റീന, അതായത് ലോക ഫുട്ബോളിൽ 1ാം റാങ്ക് അലങ്കരിക്കുന്ന അർജന്റീനയും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന ഏതാണ്ട് 68ാം സ്ഥാനത്താണ് കിടക്കുന്ന, എൻ്റെ ഓർമ്മ 68ആണ്, തെറ്റും തിരുത്തണം, ഏതാണ്ട് 68ാം സ്ഥാനത്ത് കിടക്കുന്ന കേപ്പ് വെർഡെയും റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടുന്നു. ആരും പ്രതീക്ഷിച്ചതല്ല കേപ്പ് വെർഡെ ഈ റൗണ്ട് ഓഫ് 32 എത്തുന്നു. അവർ കളിച്ച ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് അവർ റൗണ്ട് ഓഫ് 32 എത്തിയത്. അവർ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും, നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെയാണ്. കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻസ് ആയ യൂറോ കപ്പ് എടുത്ത സ്പെയിൻ, ഏറ്റവും ആദ്യത്തെ ലോകകപ്പ് എടുത്ത ഉറുഗ്വായ്, ഉറുഗ്വായ്, പിന്നെ 2022 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ആദ്യ മത്സരത്തിൽ മുട്ടുകുത്തിച്ച സൗദി അറേബ്യ. ഈ 3 രാജ്യങ്ങളുടെ ഇടയിലാണ് കേപ്പ് വെർഡെ എന്നുള്ള രാജ്യം ചെന്ന് പെട്ടത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് എന്തായാലും കേപ്പ് വെർഡെ പ്രതീക്ഷിക്കാമെന്നുള്ള, കേപ്പ് വെർഡെ ഈ ഗ്രൂപ്പിലെ 4ാം സ്ഥാനക്കാരായിട്ട് പുറത്താവുമെന്ന് വിചാരിച്ചു. എക്സ്പെക്ട് ചെയ്തത് സ്പെയിനും ഉറുഗ്വായും കയറും, 1-2 സ്ഥാനക്കാരായിട്ട് അവർ നെക്സ്റ്റ് 32 കയറും വിചാരിച്ചു. പക്ഷെ എല്ലാവരും നിശ്ചയിച്ചുകൊണ്ട് കേപ്പ് വെർഡെ 2ാം സ്ഥാനക്കാരായി. ഒറ്റ കളി ജയിച്ചിട്ടുമില്ല കേപ്പ് വെർഡെ, ഒറ്റ കളി തോറ്റിട്ടുമില്ല. അങ്ങനെയാണ് അവർ റൗണ്ട് ഓഫ് 32 കയറിയത്. സ്പെയിനിനെ 0-0 സമനിലയിൽ തളച്ചു. 2ാം മത്സരത്തിൽ ഉറുഗ്വായെ 2-2 സമനിലയിൽ തളച്ചു. 3ാം മത്സരത്തിൽ സൗദി അറേബ്യയെ 0-0 തളച്ചു. അപ്പോൾ അറിയാലോ അവരുടെ കപ്പാസിറ്റി. അവരുടെ ഗോൾ കീപ്പർ ഒസീനൊക്കെ കിടിലൻ പ്ലെയർ ആണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി റൗണ്ട് ഓഫ് 32 വന്നു കഴിഞ്ഞാൽ അർജന്റീന, എനിക്ക് തോന്നുന്നു അർജന്റീന കേപ്പ് വെർഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് തുടക്കത്തിൽ കളി കണ്ടാൽ തന്നെ അറിയാം. കാരണം കേപ്പ് വെർഡെ വലിയ കാര്യമില്ല, സിമ്പിളായിട്ട് കേപ്പ് വെർഡെ അടിച്ചിടാം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് സ്കലോണിയും മെസ്സിയും സംഘവും കളിക്കാൻ വന്നത്. പക്ഷെ കളിക്കളത്തിൽ കേപ്പ് വെർഡെ തനി അവരുടെ സ്വഭാവം പുറത്തെടുത്തു. ലോക ചാമ്പ്യന്മാരാണെന്നുള്ളൊരു ബഹുമാനം പോലും കൊടുക്കാതെയാണ് കേപ്പ് വെർഡെ കളിച്ചത്. സിമ്പിളായിട്ട് കളി അവസാനിപ്പിക്കാന്ന് വിചാരിച്ച മെസ്സി സംഘവും അവസാനം പെട്ടുപോയ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതിയേ എന്നുള്ള ലെവലിലായിപ്പോയി. ഒരവസരത്തിൽ നാണം കെട്ട് പോകുമോ എന്നുള്ള ലെവലിൽ വരെ അർജന്റീന എത്തിയിരുന്നു. ആദ്യം ഗോൾ അടിച്ചത് മെസ്സിയാണ്, ആദ്യം ഗോൾ അടിച്ചത് അർജന്റീനയാണ്. ഓക്കെ, അതും ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. മെസ്സി അടിക്കും. ഞാൻ വിചാരിച്ചൊരു 3-0 അല്ലെങ്കിൽ 3-1 അർജന്റീന ജയിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-0 അർജന്റീന ജയിക്കുന്ന വിചാരിച്ചു വിത്തിൻ 90 മിനിറ്റ്സ് പ്ലസ് ആഡഡ് 5 മിനിറ്റ്സ്. പക്ഷെ കളിയുടെ പോക്ക് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഹാഫ് ടൈമിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്കിന് 0-0 ഞെട്ടിപ്പോയി. ഇതുവരെ അർജന്റീനക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല ലോക ചാമ്പ്യന്മാർ. ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞ് എന്തോ ഒരു ഉത്തരമരുന്ന് കഴിച്ച പോലെ അർജന്റീന ഒരു ഗോൾ അടിക്കുന്നു, മെസ്സി ഗോൾ അടിക്കുന്നു. അത് കിടിലൻ ഗോളായിരുന്നു, രക്ഷയില്ല. അത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു ലോങ് പാസ്, അത് മെസ്സി കൃത്യമായിട്ട് കാലുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു, ഷൂട്ട് എടുക്കുന്നു, ഗോൾ. ഹാഫ് ടൈമിന് 1-0 വണ്ടർ അടിച്ച് പോയി, 1-0 ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ എന്താ ഞാൻ വിചാരിച്ചു എൻ്റെ അർജന്റീന ഒരു 1-2 കൂടി തിരിച്ച് 1-2 അടിച്ച് കളി സീലാപ്പം വിചാരിച്ചു. ഇല്ല, കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കേപ്പ് വെർഡെ കിടിലൻ ഗോളോട് കൂടി സമനില 1-1 ഞെട്ടിപ്പോയി. കേപ്പ് വെർഡെ ലോക ചാമ്പ്യന്മാർക്കെതിരെ ഗോൾ അടിക്കുന്നു. ലോക 2ാം നമ്പർ ടീമായ യൂറോ കപ്പ് ചാമ്പ്യന്മാർക്കെതിരെ അവർ 0 സമനില പിടിച്ചതാണ്. ഇതും സമനില പിടിച്ചിരുന്നു. അത് 1ാം നമ്പർ ലോക ചാമ്പ്യന്മാർ കഴിഞ്ഞ വർഷത്തിൽ. പിന്നെ അർജന്റീനക്കാര് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, മാക്സിമം അവർ ട്രൈ ചെയ്യുന്നു. ഒസീഞ്ഞ എന്നുള്ള ഗോൾ കീപ്പർ രക്ഷയില്ലാത്ത. മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. ഫ്രീ കിക്കിനെ ഒസീഞ്ഞ കളിക്കാരൊക്കെ ഇതാക്കി അവിടെ നിൽക്കുമ്പോൾ മെസ്സി ഓൾറെഡി ബോൾ എടുക്കുന്നു. അത് ഒസീഞ്ഞ അങ്ങോട്ട് എത്തി ചാടി തടുക്കുന്നു. എന്ത് പെർഫോമൻസ് ആയിരുന്നു. ഒസീഞ്ഞ 4-5 ഗോളൊന്നും ഉറച്ച ഷോട്ടുകൾ തടുത്തിട്ടുണ്ട്. ഒസീഞ്ഞ ചില്ലറ കളിക്കാരനല്ല. 40 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ലാന്നൊക്കെ ചങ്ങായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി 90 മിനിറ്റ് കഴിയുന്നു. ഒരെണ്ണം പോലും തിരിച്ചടിക്കാൻ ഇപ്പോഴും മെസ്സിക്കും കൂട്ടരും കഴിഞ്ഞില്ല എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടേക്കാം. ഒരു ഗോള് പോലും മെസ്സിക്കും കൂട്ടർക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ 90 മിനിറ്റ് നടത്തി പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണത്. അത് കാരണം ഞാൻ പറഞ്ഞത് കേപ്പ് വെർഡെ അർജന്റീന ഒന്ന് നിസാരന്മാരായി കണക്കൂട്ടിയില്ലായിരുന്നു. പക്ഷേ കേപ്പ് വെർഡെ പ്ലാൻ വേറെയായിരുന്നു. പിന്നെ നോർമൽ ടൈം കഴിഞ്ഞു, എക്സ്ട്രാ ടൈം സ്റ്റാർട്ട് ചെയ്ത് ലിസാൻഡ്രോ മാർട്ടിനസ് ഗോൾ അടിച്ചു. അതോടുകൂടി ഞാൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും അർജന്റീന സ്ട്രോങ് ഡിഫൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേപ്പ് വെർഡെ കൊണ്ട് രക്ഷയില്ലാന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കിടിലൻ ഗോള്. അത് എനിക്ക് തോന്നുന്നത് അത്
ഇച്ചിരി എന്ന് പറഞ്ഞാൽ ബോക്സിന്റെ ഇച്ചിരി വെളിയെന്നാ തോന്നുന്ന ചങ്ങായി എടുത്ത അടി. എമിലിയാനോ മാർട്ടിനസിന്റെ ഒക്കെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ബോള് പോയ പോക്കും വലയിലിറങ്ങി കിടക്കുന്നത്. കിടിലൻ ഗോൾ. അങ്ങനെ അവര് സമനില വലിക്കുന്നു. ടോട്ടൽ 2-2. അങ്ങനെ ഫസ്റ്റ് എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് ഹാഫ് പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ റോമേറോ അവർക്ക് വേണ്ടി വിജയവും നേടുന്നു. പിന്നെ മാക്സിമം അവർ ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അവർ അർജന്റീന പ്ലേയേഴ്സ് അത് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അർജന്റീന 3-2 ജയിച്ചു. അർജന്റീന ജയിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത്രയും വൈകിപ്പിക്കണ്ടായി. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിച്ചു. അർജന്റീനൻ ആരാധകരെ മാത്രമല്ല സ്കലോണിന്റെ ഒരു നിമിഷത്തിൽ തിന്നണം ഇങ്ങനെ നിൽക്കണേ. പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. എങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാപ്പ് വെറുതെ കളിക്കുന്നത്. സ്പെയിനെതിരെ കളിച്ചു, ഉറുഗ്വായ്ക്കെതിരെ കളിച്ചു, പിന്നെ സൗദി അറേബ്യക്കെതിരെ കളിച്ചു. ഇത് ഞങ്ങൾ അർജന്റീനയാണ്, ഞങ്ങൾ ചാമ്പ്യന്മാരാണ്, ഞങ്ങൾ സിമ്പിളായിട്ട് പാട്ടും പാടി ജയിക്കുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നടന്നില്ല. മെസ്സിക്ക് ഉണ്ടല്ലോ ഓരോ അവസരങ്ങള് ബൊസീനെ തടുക്കുമ്പോഴും അത് മിസ്സാവുമ്പോഴൊക്കെ ഉണ്ടല്ലോ വളരെ വെളുക്കാണ് മെസ്സി. ഇനി വെളുക്കാൻ ബാക്കിയൊന്നുമില്ല. കിടിലൻ പെർഫോമൻസ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ജയിച്ച അർജന്റീനയെക്കാളും തോറ്റ് പുറത്തായ ബൊസീനയുടെ കാപ്പ് വെർഡയെ കുറിച്ചിട്ട് എല്ലാവരും പറഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പെർഫോമൻസിന് അവർ കാഴ്ചവെച്ചത് ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ റൗണ്ട് ഓഫ് 32 പുറത്തായെന്നുള്ളൂ. പക്ഷേ ഫുട്ബോൾ ആരാധകരുടെ ഫുട്ബോൾ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്താവുന്നില്ല. നിങ്ങളിപ്പോഴും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ട്. ആ ബൊസീനയും നിങ്ങളുടെ ആ പ്രകടനവും റൗണ്ട് ഓഫ് 32 എത്തിയതും അർജന്റീനയെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചതടക്കം എന്നും എക്കാലവും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ടാവും. വളരെ നന്ദിയുണ്ട് കാപ്പ് വെർഡെ മനോഹരമായ ഫുട്ബോൾ നിമിഷങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിലും റൗണ്ട് ഓഫ് 32 കാഴ്ചവെച്ചതിനും.